സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും എന്ന് പറഞ്ഞു. മത്തയി 26:54 വാക്യം. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ നിരവധി ആളുകൾ വന്നപ്പോൾ പത്രോസ് നമ്മിൽ ചില പ്രതികരിക്കുന്ന പോലെ വാളെടുത്ത് അവൻ ഒരാളെ ആക്രമിക്കാൻ ശ്രമിച്ചു. മത്തായി 26:51. സുവിശേഷം 18:10. എന്നാൽ യേശു അവനെ തടഞ്ഞു. എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും? മത്തായി 26:54. യേശു ചോദിച്ചു, നീതിബോധം പ്രധാനമാണെങ്കിലും ദൈവത്തിൻ്റെ രാജ്യവും നീതിയും മനസ്സിലാക്കുന്ന പ്രധാനമാണ്. നമ്മുടെ കാഴ്ചപ്പാടിനെ വിപരീതമായി ദൈവരാജ്യം ശത്രുക്കളെ സ്നേഹിപ്പാനും തിന്മയെ കരുണ കൊണ്ട് നേടുവാനും നമ്മെ ക്ഷണിക്കുന്നു. ലോകം പ്രതികരിക്കുന്നതിന് തികച്ചും വിപരീതമാണിത്. എങ്കിലും ദൈവം നമ്മിൽ ഉണ്ടാകുവാൻ ആഗ്രഹിച്ച ഒരു പ്രതികരണമാണിത്. സുവിശേഷം 22:51 പത്രോസ് മുറിവേൽപ്പിച്ചു മനുഷ്യനെ ചെവി യേശു സുഖപ്പെടുത്തിനെക്കുറിച്ച് വിവരിക്കുന്നു. അവൻ ചെയ്തതുപോലെ പ്രയാസകരമായ സാഹചര്യങ്ങളോട് സമാധാനത്തോടും ശാന്തയോടും കൂടെ പ്രതികരിപ്പാൻ നമുക്ക് പഠിക്കാം. ദൈവം നമുക്ക് ആവശ്യങ്ങൾ പ്രദാനം ചെയ്യും. അടുത്ത കാലത്ത് ബുദ്ധിമുട്ടുള്ള ഈ സാഹചര്യത്തോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഈ സാഹചര്യത്തിൽ യേശു ആണെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്നതുമായി നിങ്ങളുടെ പ്രതികരണത്തെ താരതമ്യം ചെയ്യുവാൻ സാധിക്കുമോ? പ്രാർത്ഥിക്കാം. ദൈവമേ, ദൈവരാജ്യത്തിലെ വലിയ ഉദ്ദേശങ്ങളെക്കുറിച്ച് എനിക്ക് പുതിയ ധാരണയും നിൻ്റെ മകനെപ്പോലെ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നതിന് ദൈവിക സ്നേഹവും സമാധാനമുള്ളൊരു ഹൃദയം എനിക്ക് തരയണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.